ഹായ്. ഓഫ്, ദേ ആ മാലക്കാർ വീണ്ടും വന്നെന്ന് വിചാരിക്കല്ലേ കേട്ടോ. ഇത് ഞാൻ മാലയായിട്ട് മാത്രമല്ല വന്നത്, മാലയുടെ കൂടെ ഒരു ബ്രേസ്ലെറ്റും ചെയ്യുന്നുണ്ട്. എന്നും മാല ചെയ്യുമ്പോൾ എനിക്കും ബോറടിക്കുന്നുണ്ട്, കാണുന്ന നിങ്ങൾക്കും ബോറടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രണ്ട് കൂട്ടരുടെയും ബോറടി മാറ്റാനായിട്ട് ഞാനിന്ന് ഒരു ബ്രേസ്ലെറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കരിമണി മാല നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ആ കരിമണി മാലേൻ്റെ കൂടെ നമുക്ക് കരിമണീൻ്റെ ഒരു ബ്രേസ്ലെറ്റും ചെയ്ത് നോക്കാം. കുഞ്ഞു ബ്രേസ്ലെറ്റാണ്, അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളെന്നൊന്ന് നോക്കാം. നമ്മുടെ കരിമണി മാലയും ബ്രേസ്ലെറ്റും ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇതേ ബ്ലാക്ക് കളർ ക്രിസ്റ്റൽ ബീഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഡിസൈനർ ബോൾ, ഗോൾഡൻ കളർ ഡിസൈനർ ബോളും എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ത്രെഡ്. നമുക്ക് മാല ചെയ്തെടുക്കാൻ ഇതൊക്കെയാണ് ആവശ്യം. അതിൻ്റെ കൂടെ ഗിയർ ലോക്ക് വേണം, ഗിയർ വയർ വേണം. ഇനി നമുക്ക് ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കാൻ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് നൈലോണിൻ്റെ എലാസ്റ്റിക് വയറാണ് ബ്രേസ്ലെറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ നല്ല ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ വേണ്ടത് B7000 ഗ്ലൂ ആണ്. പിന്നെ നമ്മുടെ ആയുധങ്ങളായിട്ടുള്ള കട്ടറും പ്ലെയറും വേണം. അപ്പോൾ നമുക്ക് ആദ്യം ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ബോറടി മാറ്റാൻ ആദ്യം മാല ഒഴിവാക്കി ഞാനിന്ന് ബ്രേസ്ലെറ്റാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. അപ്പം ബ്രേസ്ലെറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഇലാസ്റ്റിക് വയറിലാണെന്ന്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ദൈവമേ, ചില സമയത്ത് ഈ ഒരു എലാസ്റ്റിക് വയറിൻ്റെ എൻഡ് കണ്ടുപിടിക്കാൻ, ഭൂമിയുടെ അറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കൽ കുറച്ച് റിസ്ക്കാണ്. ഇന്നെന്താണാവോ കൂടെ തന്നെ പോന്നു. ഈ ഒരു ലെങ്ത്തിലാണ് ഞാൻ എലാസ്റ്റിക് വയർ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ എൻഡിൽ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കോർക്കുന്ന മുത്ത് അതുപോലെ തന്നെ ഈ ഭാഗത്തൂടെ അഴിഞ്ഞു പോരും. അപ്പോൾ എന്തിനാ വെറുതെ 2-ാം മണി എടുക്കാൻ നിൽക്കുന്നത്? അതിനിടയിൽ ഞാനൊരു ശ്രമം നടത്തി വെക്കുകയാണേ. ആ ഒരു ഗിയർ വയറിൻ്റെ കഷ്ണം വെച്ചിട്ട് അതൊന്ന് ലോക്ക് ചെയ്തിടാൻ. പക്ഷെ നൈസായിട്ട് അത് ഊരിപ്പോന്നു. സോ ആ ശ്രമം അവിടെ തന്നെ വെച്ച് നിർത്തി. ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കെട്ടിട്ട് കൊടുത്തു. കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ മുത്ത് കോർത്ത് തുടങ്ങാം. നമ്മൾ ക്രിസ്റ്റൽ ബീഡിലാണ് തുടങ്ങുന്നത്, ബ്ലാക്ക് ക്രിസ്റ്റൽ ഇട്ടിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എൻഡ് ചെയ്യുമ്പോൾ എന്താവും, ഗോൾഡൻ ബീഡിലാണ് അത് എൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ 3 ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നേരെ നമ്മൾ ഗോൾഡൻ ഡിസൈനർ ബോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ 3 ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഇനി ഗോൾഡൻ ഡിസൈനർ ബോൾ. അപ്പോൾ നമുക്ക് വീണ്ടും ഗോൾഡൻ ബീഡ് ഇടാം. അപ്പോൾ അത് ആ ഒരു ഓർഡറിൽ 3 ക്രിസ്റ്റൽ ബീഡ്, ഒരു ഗോൾഡൻ ബീഡ് എന്നുള്ള ആ ഒരു ഓർഡറിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അപ്പം നമുക്കത് ഇങ്ങനെ കോർത്ത് ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബഹളം കേൾക്കാനുണ്ടാവും കേട്ടോ. കാരണം ഇന്ന് എൻ്റെ 3 കുട്ടിമണീസ് സ്കൂളിൽ പോയിട്ടില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബഹളം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബഹളം മാത്രമല്ല, കരച്ചിലും ഉണ്ടാവും. അവർക്കിന്ന് സ്കൂളിന് അവധിയാണ്.
നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും ചെയ്തെടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിനി ലാസ്റ്റുള്ള ആ ഒരു ഗോൾഡൻ ബീഡും കൂടെ ഇടാം. അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു കെട്ടിക്കൊടുക്കാം. നമുക്ക് കെട്ടുമ്പോൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. 2 പ്രാവശ്യം ഒരു കെട്ടിനോട് കൂടെ 2 പ്രാവശ്യം ഇട്ടിട്ട് കെട്ടിയ പിന്നെ അഴിഞ്ഞു പോവുകയില്ല. നല്ല രീതിക്ക് തന്നെ അത് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ആ കൂടുതലായിട്ട് വന്നിട്ടുള്ള എലാസ്റ്റിക് വയർ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മൾ നമ്മുടെ കട്ടർ ഉപയോഗിച്ചിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുകയാണേ. എൻ്റെ കട്ടറിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒന്ന് ലേറ്റ് ആവുന്നത്. അതിനുശേഷം നമുക്ക് ആ മുറിച്ച ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് B7000 ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 7000 ഗ്ലൂ ആ കെട്ടിൻ്റെ അവിടെ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഗ്ലൂ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആ കെട്ടുള്ള ഭാഗം ഒന്നുകിൽ ഒരു ഭാഗത്ത് ബ്ലാക്ക് ബീഡും ഒരു ഭാഗത്ത് ഗോൾഡൻ ബീഡും ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു ബീഡിനുള്ളിലേക്ക് ആ ഒരു ഭാഗം നമ്മൾ വലിച്ച് ആ ബീഡിനുള്ളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് അത് കാണാനുണ്ടാവില്ല. ഇതേ കണ്ടില്ലേ, നമ്മൾ ആ കെട്ടിട്ട ഭാഗം ഇപ്പോൾ പുറത്തേക്ക് കാണാനില്ല. അപ്പോൾ നമുക്കത് ബ്രേസ്ലെറ്റ് അവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കരിമണി മാല ചെയ്യാം. കരിമണി മാല ചെയ്യാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ, ഗിയർ വയർ എടുക്കണം. അപ്പം നമുക്ക് നേരെ മാലേൻ്റെ ഗിയർ വയർ എടുക്കാം. ഗിയർ വയർ നമുക്ക് ഇനി ഒരു കുഞ്ഞു മാലയാണ് വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഏകദേശം ലെങ്ത്ത് നോക്കിയിട്ട്, മെഷർമെൻ്റ് ഒന്നും പറയാൻ എനിക്കറിയില്ല, അപ്പം നമുക്ക് ഏകദേശം ഒരു ലെങ്ത്ത് അത് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനതാ ഈ വലുപ്പമുള്ള ഗിയർ വയറാണ് എടുത്തത്. അതിനുശേഷം ഗിയർ ലോക്ക് വെച്ചിട്ട് ബാക്ക് ത്രെഡിലേക്ക് നമ്മൾ ആ ഗിയർ വയർ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങനെ ലോക്ക് ചെയ്യുന്നതെന്നൊന്നും എല്ലാ വീഡിയോയിലും പറയുന്നതുകൊണ്ട് ഇപ്രാവശ്യം പറയുന്നില്ല. നല്ല രീതിക്ക് തന്നെ അത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ബ്ലാക്ക് ക്രിസ്റ്റലാണ് ആദ്യം കോർക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഗോൾഡൻ ബീഡ് കോർക്കുന്നു. നമുക്ക് അങ്ങനെ ചെയ്യാം. എങ്ങനെ, ഒരു ബ്ലാക്ക് ബീഡ് ഒരു ഗോൾഡൻ ബീഡ് ആ ഒരു ലെവലിൽ ചെയ്ത് നോക്കാം. അല്ലാതെ നമുക്ക് പലതരത്തിൽ അത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 2 ബ്ലാക്ക് ബീഡ് 2 ഗോൾഡൻ ബീഡ് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 2 ബ്ലാക്ക് ബീഡ് ഒരു ഗോൾഡൻ ബീഡ് ചെയ്യാം. നമ്മുടെ ഇഷ്ടം പോലെ എത്ര ഗോൾഡൻ ബീഡ് വേണം, എത്ര ബ്ലാക്ക് ബീഡ് വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഈ ഒരു മാല ഞാൻ ഗിയർ വയറിൽ ചെയ്തെടുക്കുന്നത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നൈലോൺ നൂലിലോ അല്ലെങ്കിൽ നമ്മുടെ ടങ്കീസ് ചൂണ്ടക്കയറില്ലേ അതിലോ ഒക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഗിയർ വയറാകുമ്പോൾ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും. പെട്ടെന്ന് അതിന് മാലയ്ക്ക് ആ കേടുപാടുകളൊന്നും വരില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഗോൾഡൻ ബീഡ് പ്ലേറ്റഡ് ആണ്. പ്ലേറ്റ് ചെയ്ത് വരുന്ന കാരണം പെട്ടെന്നൊന്നും കളർ പോവുകയില്ല, കുറേ നാൾ ഇതുപോലെ തന്നെ ഇരിക്കും.
ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് മാല കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മാല ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു 3 മുത്തും കൂടെ, ഏകദേശം ഒരു 3 ബീഡും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് ബ്ലാക്ക് ബീഡ് ഇടുകയാണ്. ഇതേ കണ്ടോ, നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. ബാക്ക് ത്രെഡ് ഇടുന്നത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്കാണിത്. നമ്മുടെ കരുമണിമാല നമ്മൾ ഡെമ്മിയിലിട്ടപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ? അതുപോലെ നമ്മുടെ ആ ഒരു കരുമണീൻ്റെ ബ്രേസ്ലെറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ വീണ്ടും ഈ മാലക്കാരി അടുത്ത മാലയുടെ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.